പേനൻ്റെയും പുസ്തകത്തിൻ്റെയും വിലകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പേനയ്ക്ക് 3 രൂപയാണെങ്കിൽ ബുക്കിന് 5 രൂപ. ഇനി പേനയ്ക്ക് 6 രൂപയാണെങ്കിൽ ബുക്കിന് 10 രൂപ. ഇനി പേനയ്ക്ക് 9 രൂപയാണെങ്കിൽ ബുക്കിന് 15 രൂപ. അതായത് പേനേൻ്റെ വില എന്തിനോണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ നമ്പറിനെ ബുക്കിൻ്റെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കറക്റ്റ് വില കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ എന്ന് ഇപ്പം നമുക്ക് അറിയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കും. ബുക്കിന് പേനേനെക്കാട്ടും 12 രൂപ കൂടുതലാണ്. അപ്പം നമ്മൾ അവിടേക്ക് നോക്കിയേ, റേഷ്യോയിലേക്ക് നോക്കിയേ. ബുക്കിന് പേനേനെക്കാട്ടും 2 വ്യത്യാസം. അപ്പോൾ ഈ 2x എന്ന് പറയുന്നത് 12 രൂപയ്ക്ക് തുല്യമാണ്. അപ്പോൾ 1x എന്ന് പറയുന്നത് എന്താ? 6. ഓക്കെ, 2x 12 ആയെങ്കിൽ 1x അതിൻ്റെ പകുതി. ഇപ്പം നമ്മൾ പറഞ്ഞ ഗുണിക്കേണ്ട സാധനം നമ്മൾ കണ്ടുപിടിച്ച്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് പേനയ്ക്കും ബുക്കിനും കൂടെ ആകെ എത്ര റുപ്യ ചോദിച്ചാൽ 3x + 5x, അതായത് 8x. 8x ആകുമ്പോൾ എക്സിൻ്റെ വില 6 ആയതുകൊണ്ട് 8 × 6 48. റേഷ്യോ ആണ്. കുറേ ആൾക്കാർക്ക് ഡൗട്ടുള്ള ടോപ്പിക്കാണ്. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ എന്ത് ചെയ്യാം, ഇൻബോക്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ റീൽ തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്താൽ മതി.